ഇതിൽ ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളത് ഈ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ചോദിച്ചിട്ടുണ്ട്, ആനുവൽ റിപ്പോർട്ടും ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഇതിലൊരു ആദ്യത്തെ രണ്ട് കണ്ടീഷനും ചോദിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ മറ്റൊരു രീതിയിലൊരു ക്വസ്റ്റ്യൻ വന്നത് നമ്മൾ അറിഞ്ഞിരിക്കുക, ഇത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ എക്സാമ്പിളാണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ മൂന്നും. അത് അറിഞ്ഞിരിക്കുക, അത് ഓർക്കുക. കാരണം ഹെഡിങ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഹെഡിങ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു PSC ക്വസ്റ്റ്യൻ ചോദിച്ചത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് കംസ് അണ്ടർ. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? ഓപ്ഷനിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഉണ്ട്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് തെറ്റിക്കാൻ വേണ്ടി 1-2 പേര് കൂടെ ഉണ്ടായിരുന്നു. ഏതിലാണ് വരുന്നത്? റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് കംസ് അണ്ടർ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, അത് ഓർക്കുക. അപ്പം വെറുതെ നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എന്താണെന്ന് പഠിച്ചാൽ മാത്രം പോരാ, അത് ഏതിൻ്റെ കീഴിലാണ് വരുന്നത് അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കുക. കാരണം PSC എങ്ങനെ വേണം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ എസ്റ്റിമേറ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എസ്റ്റിമേറ്റ് ഒരുപാട് ടൈപ്സ് ഒക്കെ നോക്കിയായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ മോസ്റ്റ് ആക്യുറേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? മോസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് മോസ്റ്റ് റിലയബിൾ എന്ന് പറയാം. മോസ്റ്റ് ആക്യുറേറ്റ് അഥവാ മോസ്റ്റ് റിലയബിൾ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? മോസ്റ്റ് ആക്യുറേറ്റ് അഥവാ മോസ്റ്റ് റിലയബിൾ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഏത് തന്നെയാണ്? എല്ലാവർക്കും അറിയാമായിരിക്കും. ഏതാണ്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ആർക്കും സംശയമില്ല. മോസ്റ്റ് ആക്യുറേറ്റ് അഥവാ മോസ്റ്റ് റിലയബിൾ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. ഈ 2019 എക്സാമിന് പോലും ചോദിച്ചാണ്. 2019 നടന്ന എക്സാമിന് പോലും ഇത് ചോദിച്ചാണ്, ഓർത്ത് വെച്ചേക്കുക. 2019 ഓവർസിയറും പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ അങ്ങനെ പറഞ്ഞ കുറേ എക്സാംസ് നടന്നല്ലോ, അതിലും ചോദിച്ചാണ് ഈ ക്വസ്റ്റ്യൻ. മോസ്റ്റ് റിലയബിൾ എസ്റ്റിമേറ്റ് ഏതാണെന്ന് വിട്ടേക്കാം. ഇനി അതെല്ലാവർക്കും അറിയാം, പക്ഷേ ലീസ്റ്റ് ആക്യുറേറ്റ് ഏതാണ്? അതാണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്നത്. ലീസ്റ്റ് ആക്യുറേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ലീസ്റ്റ് ആക്യുറേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് സാധാരണ നമ്മൾ ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ സ്റ്റുഡൻസൊക്കെ ഏറ്റവും ആദ്യം പറയുന്നത് നമ്മളുടെ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എന്നാണ്. പക്ഷേ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് അല്ല ലീസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറയുന്നത്. ലീസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? പ്ലിംത് ഏരിയ എസ്റ്റിമേറ്റ് ആണ്. അത് ഓർത്ത് വെച്ചേക്കുക.